Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു, എടാ എങ്ങനെയാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്, ഏത് വഴി എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും യൂട്യൂബിലും എനിക്ക് ഒരുപാട് കമൻസും മെസ്സേജസുമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇന്റേൺഷിപ്പ്, അതുപോലെ തന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് വേണ്ടത്, എങ്ങനെ നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ്, നിങ്ങളൊരു ഫസ്റ്റ് ഇന്റേൺഷിപ്പ് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ്? ഓക്കെ, ഇന്റേൺഷിപ്പ് നമ്മൾ എന്തിനാണ് ബേസിക്കലി അപ്ലൈ ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ജോലിക്ക് പോകുന്നുമ്പേ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർ നിങ്ങളുടെ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് ഈ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കമ്പനികളിൽ എക്സ്പീരിയൻസ് ചോദിക്കും, മേ ബി സം കമ്പനീസിൽ ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാറില്ല, ബേസ്ഡ് ഓൺ യുവർ സ്കിൽസ് നിങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് വഴി നിങ്ങളൊരു എക്സ്പീരിയൻസും സ്കിൽസും ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് എന്താണ് ഇന്റേൺഷിപ്പ് എന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ ഒരു സ്കില്ല് കൂട്ടാനുള്ള ഒരു സംഭവമാണ്, ഒരു എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ഒരു അല്ലാത്ത സാധാരണ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും. അതായത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് ഒരു 3 to 4 months അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ എന്താണ് അവിടെ സാധാരണ ഒരു കമ്പനിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു PPO തന്നെ കിട്ടും. അതായത് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യണം നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് സ്റ്റൈഫൻറ്റും കിട്ടും. പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് സ്റ്റൈഫൻറ്റ് കിട്ടും. ആ ഒരു സ്റ്റൈഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്റേൺഷിപ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ കൂടുതലും ഈ ഒരു ഇന്റേൺഷിപ്പ് വഴി നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഗെയിൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ലൈക്ക് ആ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടായിരിക്കും ഈ ഒരു ഇന്റേൺഷിപ്പിന് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ യോജിക്കുന്നില്ല. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പേപ്പറിൻ്റെ വാല്യൂ മാത്രമല്ല, ആ ഒരു ഇന്റേൺഷിപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നല്ല നല്ല കണക്ഷൻസ് കിട്ടും, നിങ്ങൾക്ക് നല്ല നല്ല ടെക് സ്റ്റാക്സുമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ നോളജാണ് ഇൻക്രീസ് ചെയ്യണം. മോർ ദാൻ എ പീസ് ഓഫ് പേപ്പർ ഓഫ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ സ്കിൽസും എക്സ്പീരിയൻസിനുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യും മുമ്പേ നിങ്ങൾക്കൊരു റെസ്യൂമേ വേണം. ഓക്കെ, ഈ ഒരു റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ഒരു വീഡിയോ ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഒരു റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പ്രൊഫഷണൽ റെസ്യൂമേ ഉണ്ടാക്കുക. ഓക്കെ, ഈ ഒരു പ്രൊഫഷണൽ റെസ്യൂമേ ഉണ്ടാക്കുന്ന സമയത്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റെസ്യൂമേക്കകത്ത് വന്നിട്ട് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ലൈക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് ഏത് കമ്പനിക്കാണോ നിങ്ങൾ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണും. ഓക്കെ, ആ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ കാണും. അതിൻ്റെ അകത്തുള്ള കീവേഡ്സ് നമ്മുടെ റെസ്യൂമേക്കകത്ത് ഉണ്ടോ എന്ന് ചൂസ് ചെയ്യണം. ലൈക്ക് ഞാൻ ആ വീഡിയോ
പറഞ്ഞിട്ടുണ്ട് റെസ്യൂമെ ഉണ്ടാക്കുന്ന സമയത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ ആ ഒരു ജോബ് റോൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പ് നിങ്ങളുടെ റെസ്യൂമെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഓരോ കമ്പനിയിലും ഓരോ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഈ പറഞ്ഞ റെസ്യൂമെ മാറ്റേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റണമെന്നല്ല, ചെറിയ ചെറിയ പോയിന്റ്സ്, ചെറിയ ചെറിയ കീവേഡ്സ് എല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റെസ്യൂമെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണത്തില്ല. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് അതിൻ്റെ അകത്ത് ഷോക്കേസ് ചെയ്യുക, സോ ദാറ്റ് അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇന്ന ടെക്സ്റ്റ് ടാക്സുകളിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ലൈക്ക് എക്സ്പീരിയൻസിന് പകരം പ്രോജക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോഡിങ് കോമ്പറ്റീഷൻസിന് നിങ്ങൾ പോയിട്ടുണ്ടോ, നല്ല നല്ല റാങ്ക് ഉണ്ട്. ഇപ്പോൾ ഹാക്കർ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ, ലീഗ് കോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഷോക്കേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നു. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഹയർ ആവാനുള്ള ചാൻസ് ഉറപ്പായിട്ട് നിങ്ങൾ ഹയർ ചെയ്യാതിരിക്കാനുള്ള ഒരു ചാൻസും അവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വരുന്ന ഒരു ഡൗട്ടാണ്, ഞാനിത് എവിടെ അപ്ലൈ ചെയ്യും? ഓക്കെ, ഈ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം, ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് പോർട്ടൽസ് അറിയാം. ഓക്കെ, ജോബ് പോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൗക്കറിയുണ്ട്, അതുപോലെ തന്നെ ഇൻഡീഡ് ഉണ്ട്, എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ജോബ് പോർട്ടൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പൊസിഷൻസ് പോസ്റ്റ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കമ്പനീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണോ അപ്ലൈ ചെയ്യേണ്ട ആ കമ്പനിയുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൻ്റെ അകത്ത് കയറി കരിയേഴ്സ് പോർട്ടലുണ്ട് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയേഴ്സ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ നൗക്കരി എന്നൊക്കെ പറയുന്ന പോർട്ടൽസിൻ്റെ അകത്തായിരിക്കും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റേൺഷിപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറൊരു വഴിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനാണ് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിന് ഒരു പ്രൊഫഷണൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്ക്ഡിനിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനീസും അവരുടെ ഇന്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ജോബ് റോൾ ആണെന്നുണ്ടെങ്കിലും അവിടെ പോസ്റ്റ് ചെയ്തിരിക്കും. അവിടെ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്യൂമേയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഹയർ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നിങ്ങൾക്കൊരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ജോലി കിട്ടാനാണെന്നുണ്ടെങ്കിലും ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ലിങ്ക്ഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനീസ് ഏതൊക്കെയാണോ ആ കമ്പനീസിലുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു കോൺടാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ പോവുക, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. ഓക്കെ, കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഈ ഒരു മെസ്സേജ് അയച്ച് നല്ലൊരു കണക്ഷൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ലൈക്ക് നിങ്ങൾക്ക് ഇന്ന സ്കിൽസ് ഉണ്ടെന്നൊക്കെ അവരടുത്ത് പറയാം. അപ്പോൾ ആ വഴി അവർക്ക് നിങ്ങളെ റെഫറൽ ചെയ്യുക. ഓക്കെ, ഈ റെഫറൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ജോലി കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ റെഫറൽ വഴി. ഓക്കെ, അപ്പോൾ അവരുടെ കമ്പനിയിൽ പറയും ഇന്നൊരു ഫ്രണ്ട് ഉണ്ട്, ഈ പുള്ളിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെന്താ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളെ റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങളെ റെഫർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടും. ആ ഒരു ഇൻ്റർവ്യൂ വഴി നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് അവിടെ ഷോക്കേസ് ചെയ്യാം. അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹയർ ചെയ്തിരിക്കും. ഓക്കെ, അതാണ് റെഫറലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ഈ ഒരു ഏഞ്ചൽ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം രീതി തന്നെയാണ്. നിങ്ങൾ ജോബ്സ്, ഇന്റേൺഷിപ്സും സ്റ്റാർട്ടപ്സിൻ്റെ ഒക്കെ ഒരു വലിയൊരു ഹബ്ബാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പല സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ജോബ് പോസ്റ്റിങ്സ് വരും. അതായത് ഇന്റേൺഷിപ്പിനാണെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്.
ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ വഴി മാക്സിമം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി, നിങ്ങളുടെ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിലുള്ള എംപ്ലോയീസുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അവര് വഴി റെഫറൽ ചെയ്യുക. അതുപോലെ തന്നെ അവർ ആണ് ആ ഒരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങളെ എംപ്ലോയി ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇന്റേൺഷിപ്പ് കിട്ടാനുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആൾക്കാർക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പിന് പോകണോ പെയ്ഡ് അല്ലാത്ത ഇന്റേൺഷിപ്പിന് പോകണോ? പെയ്ഡ് ആണെന്നുണ്ടെങ്കിലും പെയ്ഡ് അല്ലെന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഒരു റെപ്യൂട്ടേഷൻ നോക്കണം. ഓക്കെ, പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഞാൻ നോക്കണമെന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു കമ്പനി അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ഹൈ എൻഡ് കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസും സ്കില്ലും ഗെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ പെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് അൺപെയ്ഡ് ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് പോവാം. ഇനി പെയ്ഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ അവർ പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവർ പൈസ ഇറക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് അവിടെ പണി പഠിപ്പിക്കും, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമ്പനിയുടെ ഒരു റേറ്റിങ്ങും കാര്യങ്ങളും അവിടെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചോളൂ, അത് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ ഇന്റേൺഷിപ്പ് ഇട്ടാൽ, ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ എങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടാമെന്നുള്ളത്. ഇപ്പം എൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇസ്രോയിൽ എങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യാം. DRDO ആണെന്നുണ്ടെങ്കിലും ഇസ്രോ ആണെന്നുണ്ടെങ്കിലും BL ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.